ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്നൂരിലേക്കാണ്. താമരശ്ശേരി ചുരം കയറി വരുമ്പോൾ ലക്കിടി, അവിടുന്ന് ജീപ്പിൽ എന്നൂരിലേക്ക്. ഇടുങ്ങിയ വഴിയിലൂടെ പതുക്കെ ആടിയും ഉലഞ്ഞും മുന്നോട്ട്. ഇരുവശവും കാടുപിടിച്ച് കിടക്കുന്ന കുന്നിൻ ചെരുവുകൾ. ഒരു വണ്ടിക്ക് മാത്രം കഷ്ടി കടന്നു പോകാൻ പറ്റുന്ന ഇടുങ്ങിയ വഴി. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾക്ക് മുകളിൽ എന്നൂര്. സുഗന്ധഗിരി മലനിരകളുടെ അഭൗമമായ സൗന്ദര്യം. കയ്യൊന്നുയർത്തിയാൽ മേഘത്തെ തൊടാമെന്ന് തോന്നും. ചോലവനങ്ങൾക്ക് നടുവിൽ പ്രകൃതിയൊരുക്കിയ കുന്നിൻ ചെരുവുകൾക്ക് മുകളിൽ ആകാശത്തെ തൊട്ടുരുമ്മി ചെമ്പ്രമലകളെ കണ്ട് വയനാടിൻ്റെ നോക്കത്താ ദൂരത്തെ കാഴ്ചകൾ കണ്ടാസ്വദിച്ച് എന്നൂര്. ദൂരെ ചെമ്പ്രമല, മേഘങ്ങളെ തലോടി നമുക്കിങ്ങനെ നടന്നു പോകാം. കൺകുളിർക്കെ മനസ്സ് നിറയുന്ന പച്ചപ്പ്, പച്ച നിറഞ്ഞ പുൽമേടുകൾ, കുന്നുകൾ, ഏറ്റവും ഭംഗി നീലാകാശം. മേഘങ്ങളിങ്ങനെ തഴുകി തലോടി നീങ്ങുന്നത് കാണാം. ഈ മലനിരകൾക്ക് മുകളിൽ കണ്ണെത്താ ദൂരം വയനാടൻ മലനിരകൾ. ക്യാമറ കണ്ണുകൾക്ക് ഒപ്പിയെടുക്കാൻ പറ്റാത്ത അത്രമേൽ അഭൗമമായ സൗന്ദര്യം. ഒന്ന് ക്ഷീണിച്ചു, ഒരു കരിക്ക് കുടിച്ച് തെല്ലൊന്ന് വിശ്രമിച്ച് കുന്നിൻ ചെരുവിലൂടെ വീണ്ടും മലമുകളിലേക്ക്. ഒരു ദൂരക്കാഴ്ചയായി ഗോത്രവർഗക്കാരുടെ എന്നൂരിലെ നിർമ്മിതികൾ. കാനന ഭംഗിയിൽ കുന്നിൻ്റെ മുകളിൽ കൺകുളിർക്കെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മന്ദമാരുതൻ തലോടി പതുക്കെ ഓരോ കുന്നിൻ മുകളിലേക്കും നടന്നു കയറുകയാണ്. കാഴ്ചകളുടെ പുത്തൻ ലോകത്തേക്ക്, ആകാശത്തിൻ്റെ നെറുകയിലേക്ക്. ഗദ്ദികയിൽ പോയി ഭക്ഷണമുണ്ടോ എന്ന് അന്വേഷിച്ചു. അതിനുശേഷം ഗോത്രവർഗക്കാർ പൊടിച്ചുണ്ടാക്കിയ സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയിലേക്ക്. മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും കുന്തിരിക്കവും കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഒത്തിരി വിഭവങ്ങൾ. കാട്ടുനെല്ലിക്കയും കാട്ടുപാവയ്ക്കയും ഓട മെടഞ്ഞ മേൽക്കൂരയും. ഒരു വർണ്ണപ്രപഞ്ചം തന്നെയാണ് എന്നൂര്. എത്ര കണ്ടാലും മതി വരുന്നില്ല. ചുറ്റോടു ചുറ്റും ചോലവനങ്ങൾ. ദൂരക്കാഴ്ചയായി ആദിവാസി ഊരുകൾ. സുഗന്ധഗിരി മലയുടെ നെറുകയിൽ ആകാശത്തെ തൊട്ടുരുമ്മി കാടിനെ കണ്ടറിഞ്ഞ് ആകാശത്തേക്കുള്ള നടപ്പാതയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. ഈ തണലിൽ ഇത്തിരി നേരം കുശലാന്വേഷണങ്ങളും കാട്ടുമൃഗങ്ങളുടെ വരവും പോക്കുമൊക്കെ ചോദിച്ചറിഞ്ഞ് ഇത്തിരി നേരം
ഇംഗ്ലണ്ടുകാരിയായ ഫയെ ആദിവാസി വീടുകളുടെ നിർമ്മിതിയെക്കുറിച്ചും പുൽത്തുറുവിനെക്കുറിച്ചും എൻ്റെ നാടിനെക്കുറിച്ചും ഈ കുന്നുകളെക്കുറിച്ചും മേഘങ്ങളെക്കുറിച്ചും ആവോളം പറഞ്ഞ് സന്തോഷിപ്പിച്ചു. തന്നാലാവും വിധം ഈ കാഴ്ചകളെല്ലാം കുഞ്ഞു മൊബൈലിൽ ഒപ്പിയെടുക്കാൻ അപ്പൂസും കൂടെയുണ്ട്. ഞങ്ങൾ കണ്ട കാഴ്ചയുടെ ഒരംശം മാത്രമേ ഈ കുഞ്ഞു ക്യാമറയിൽ പകർത്താൻ സാധിച്ചുള്ളൂ. വല്ലാത്ത കുളിരും തണുപ്പുമാണ് ഈ വീടുകളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ. മണ്ണുകൊണ്ടുണ്ടാക്കിയത്, പുല്ലുമേഞ്ഞ മേൽക്കൂര, പരമ്പ് ഉപയോഗിച്ചുള്ള സീലിംഗ്, കിളിവാതിലൂടെ നോക്കുമ്പോൾ കാടും മേടും കുന്നും മലയും വീടുകളും. വൈവിധ്യമാർന്ന ഓരോ ആദിവാസി കുടിലുകളും കണ്ട് പതുക്കെ മുന്നോട്ട്. ഓരോ വീടിനും പ്രത്യേകതകൾ ഒത്തിരിയുണ്ട്. തീ കായാനുള്ള അടുപ്പ്, പരമ്പ് കൊണ്ട് ഉപയോഗിക്കുന്ന തൊട്ടിൽ, പഴയ അടുപ്പ്, ഇത്തിരി നേരം അവരുടെ കൂടെ ഇരുന്ന് കൊട്ട നെയ്യാൻ സഹായിച്ചു. അമ്പെയ്ത്തിന് പോകുമ്പോൾ, വേട്ടയാടാൻ പോകുമ്പോൾ പഴയ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഓരോ കൊട്ടകൾ. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഈ മീൻകൂടയാണ്. അതിൻ്റെ ഉള്ളിലെ നിർമ്മിതികൾ അത്രമേൽ ബുദ്ധി ഉപയോഗിച്ചുള്ളതായിരുന്നു. മീനകത്തേക്ക് കയറും, പക്ഷെ ഒരിക്കലും പുറത്തേക്ക് വരില്ല. നോക്കൂ, ആകാശം മുട്ടെ ഈ മലനിരകളുടെ മുകളിൽ ആദിവാസി വീടുകൾ, ഗോത്രവർഗക്കാരുടെ ഏറ്റവും സ്നേഹവും ബഹുമാനവും തോന്നുന്ന നിർമ്മിതികൾ. അവരായിരുന്നു ശരി, അവരാണ് ശരി, അവരാണ് ഈ പ്രകൃതിയുടെ മക്കൾ, അവരാണ് ഈ നാട്ടിന് യോജിച്ചവർ. കാടിനെ ഉപദ്രവിക്കാതെ, മൃഗങ്ങളെ ഉപദ്രവിക്കാതെ ഇടചേർന്ന് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നവർ. അവരുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ ഒത്തിരി അലിഖിത നിയമങ്ങളുണ്ട്. ഒരു കുന്നിലുള്ളവർ മറ്റൊരു കുന്നിൽ നിന്ന് പെണ്ണെടുക്കില്ല. അങ്ങനെ ഒത്തിരി ഒത്തിരി രസകരമായ ആചാരങ്ങളുണ്ട്. വായോ വയനാട്ടിലേക്ക്. ഇങ്ങനെയൊരു സംസ്കാരം ഇവിടെയുണ്ട്. ഈ സംസ്കാരത്തെ തൊട്ടറിയാനും കണ്ടു മനസ്സിലാക്കാനും വായോ വയനാട്ടിലേക്ക്.